മഗ്രിബ് നമസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ കാഫിറൂനയും രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദും അതേപോലെ തന്നെ ഫീ സ്വലാത്തിൽ ഇശാ നമസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ജുമുഅയും രണ്ടാമത്തെ റക്അത്തിൽ മുനാഫിഖൂനയും അതേപോലെ വക്കാന യഖറഉ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി ഫി സുബ്ഹി യൗമിൽ ജുമുഅ വെള്ളിയാഴ്ച സുബ്ഹി നമസ്കാരത്തിൽ കാന യഖറഉ അലിഫ് ലാം മീം സജദ വഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ എന്ന് ഈ രണ്ട് അധ്യായങ്ങളുമാണ് ഹബീബായ നബി ഓതിയിരുന്നത്. ഇത് സാദുൽ മഅദിൽ ഹാഫിദ് ഇബ്നു ഖയ്യിം പറയുന്നുണ്ട്. ഈ രണ്ട് സൂറത്തായിരുന്നു മുസ്തഫ റസൂലുള്ളാഹി, ഇങ്ങനെയുള്ള സൂറത്തുകളായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്നത്. ഹാഫിദ് ഇബ്നു ഖയ്യിം തന്റെ സാദുൽ മഅദിൽ പറയുന്നുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇമാം ഗസാലി തങ്ങൾ യഹ്യയിൽ പറയുന്നു, വയസ്തഹബു ഫീ ഹാദൽ യൗമി വലൈലതിഹി അൻ യുസല്ലിയ അർബഅ റകഅത്ത് ബി അർബഇ സുവരിൻ. 4 സൂറത്തുകൾ കൊണ്ട് 4 റക്അത്ത് നമസ്കരിക്കൽ ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ്. ഏതൊക്കെ 4 റക്അത്തുണ്ട്? 4 സൂറത്തുണ്ട്. 4 റക്അത്ത്, ഒന്ന് അൽ അൻആം, ഒന്ന് അൽ കഹ്ഫ്, ഒന്ന് സൂറത്തു ത്വാഹ, സൂറത്തു യാസീൻ. ഈ 4 സൂറത്ത് ഓതിയിട്ട് സുന്നത്ത് നമസ്കരിക്കുക പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇനി അത് കഴിഞ്ഞിട്ടില്ലെങ്കിലോ ഖിറാഅത്തു യാസീൻ വ ലുഖ്മാൻ വ സൂറത്തു ദുഖാൻ വ സൂറത്തുൽ മുൽക്ക് എന്ന 4 സൂറത്ത്. ഒന്ന് യാസീൻ, അല്ലെങ്കിൽ ലുഖ്മാൻ, അല്ലെങ്കിൽ സൂറത്തു ദുഖാൻ, മുൽക്ക്. ഇനിയോ നമസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അത് ഓതണം. വലാ യദഉ ഖിറാഅത ഹാദിഹി സുവരിൽ അർബഇ ഫീ ലൈലത്തിൽ ജുമുഅത്തി ഫഫീഹാ ഫളലുൻ കസീർ. ഈ 4 സൂറത്തുകൾ യാസീൻ, ലുഖ്മാൻ, സൂറത്തു ദുഖാൻ, സൂറത്തുൽ മുൽക്ക്, ഈ 4 സൂറത്തുകൾ നമസ്കാരത്തിലല്ലെങ്കിലും ആ രാത്രി ജുമുഅ ദിവസത്തിന്റെ രാത്രി ഓതൽ പ്രധാനപ്പെട്ട സുന്നത്താണ്. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من قرأ حميم الدخان ليلة الجمعة ഒരാൾ ജുമുഅ രാത്രിയിൽ ദുഖാൻ സൂറത്ത് ഓതിയാൽ ഗുഫിറ ലഹു, അല്ലാഹു അവനെ പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പതിവാക്കിയാലോ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, ഇത് പതിവാക്കിയാൽ സ്വർഗ്ഗത്തിൽ അല്ലാഹു മാളിക നൽകും. എല്ലാ വ്യാഴാഴ്ച രാത്രിയും, വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി, വ്യാഴാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി, അഥവാ വെള്ളിയാഴ്ച രാവിന്, വെള്ളിയാഴ്ച രാവ് എന്ന് നമ്മൾ പറയും. കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ വെള്ളിയാഴ്ച മനസ്സിലാവണില്ലേ? കാസർഗോഡ് ഭാഗങ്ങളിൽ വെള്ളിയാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ, വെള്ളിയാഴ്ച രാത്രി പറഞ്ഞാൽ വ്യാഴാഴ്ച അസ്തമിച്ച രാത്രിയാണ്. നമ്മളതിന് വെള്ളിയാഴ്ച രാവ് എന്ന് പറയും, അവർ രാത്രി എന്ന് പറയും, നമ്മൾ രാവ് എന്ന് പറയും. അങ്ങനെ ഒരു വ്യത്യാസം നമ്മളുടെ ഇടയിലുണ്ട്, ഒരു ഭാഷാപരമായൊരു വ്യത്യാസമാണ്. ശരിക്കണ്ട, വെള്ളിയാഴ്ച രാത്രി നിന്ന് കാസർകോട്ടേരും കൂടി കാസറ്റ് കേൾക്കുമല്ലോ എന്നത് കൊണ്ടുകൊണ്ട് ഞാൻ പറയാം. വെള്ളിയാഴ്ച രാത്രി എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഉദ്ദേശം, അതായത് വെള്ളിയാഴ്ച പിന്നെ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി, വെള്ളിയാഴ്ചൻ്റെ ആ രാത്രി, ആ ദിവസം മുതൽ പ്രധാനമായ സുന്നത്ത് മുസ്തഫ നബി പറഞ്ഞു, മൻ ഖറഅ ഹമീം അദ്ദുഖാൻ ലൈലത്തുൽ ജുമുഅ, ജുമുഅയുടെ രാത്രി, ജുമുഅന്റെ തലേന്നുള്ള ആ രാത്രി ഒരാൾ, ജുമുഅയുടെ രാത്രി ഒരാൾ ഓടിയാൽ, ദുഖാൻ സൂറത്ത് ഓടിയാൽ ഗുഫിറ ലഹു, അവനെ പൊറുക്കപ്പെടുമെന്ന് ഖാല റസൂലുള്ളാഹി. വമൻ ലാ യഹ്സുനുൽ ഖുർആൻ, ഒരാൾക്ക് ഓതാൻ കഴിയില്ലെങ്കിലോ എങ്കിൽ ഫൽയുക്സിർ മിൻ സൂറത്തിൽ ഇഖ്ലാസ്, ഇഖ്ലാസ് സൂറത്ത് പരമാവധി അവൻ ഓടിക്കൊള്ളട്ടെ. അതേപോലെ ഇതൊക്കെ ആണ് പെണ്ണ് വ്യത്യാസമില്ല. ഈ പറഞ്ഞ നഖമുറിക്കുന്നത് പോലത്തെ നീക്കം ചെയ്യുന്നത്, അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് 1000 വട്ടം ഓടുന്നത്, അതേപോലെ ഖുൽ ഹുവല്ലാഹു അഹദ് 1000 വട്ടം ഓടുന്നത്, ഇതിൽ ആണ് പെണ്ണ് വ്യത്യാസമില്ല. അതേപോലെ ആൺ പെൺ വ്യത്യാസമില്ലാത്തതാണ്. വൽ യഖറ സൂറത്തുൽ കഹ്ഫി ഖാസ്സ, പ്രത്യേകമായി സൂറത്തുൽ കഹ്ഫ് ഓതുക രാത്രി പകൽ എപ്പോഴെങ്കിലും. അതിൻ്റെ 24 മണിക്കൂറിനുള്ളിൽ അൽ കഹ്ഫ് ഓതൽ പ്രധാനപ്പെട്ട സുന്നത്താണ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു, മനസ്സിലാവണില്ലേ പറഞ്ഞത്? ചിന്തിക്കണം. ജുമുഅയുടെ രാവ് പകലിൽ എപ്പോഴെങ്കിലും, ജുമുഅയുടെ രാവ് പകലിൽ എപ്പോഴെങ്കിലും ഹബീബായ നബി പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ലൈലത്തുൽ ജുമുഅ ഔ യൗമിൽ ജുമുഅ ഉഅതിയ നൂറാ മിൻ തഹ്തി ഖദമിഹി ഇലാ അനാനിസ് സമാ. ഒരാൾ അൽ കഹ്ഫ് ഓതിയാൽ, ജുമുഅയുടെ രാത്രിയോ പകലിലോ ഒരാൾ അൽ കഹ്ഫ് ഓതിയാൽ ഉഅതിയ നൂറാ, അവന്റെ കാൽപാദത്തിന്റെ അടിമുതൽ ആകാശത്തിന്റെ ഉച്ചി വരെ അവൻ അല്ലാഹു പ്രത്യേകമായ അവന്റെ
ഹിദായത്തിന്റെ നൂറ് കൊണ്ട് നിറക്കുമെന്ന് ഖാല റസൂലുള്ളാഹി വഗ്ഫിർ ലഹു മാ ബൈനൽ ജുമുഅത്തൈനി. രണ്ട് ജുമുഅന്റെ ഇടയിലുള്ള ദോഷം മുഴുവനും അല്ലാഹു തആല പൊറുക്കുകയും ചെയ്യും. രാവ് പകൽ എപ്പോഴെങ്കിലും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദജ്ജാലിനെ കുറിച്ച് നീണ്ട കഥ പറഞ്ഞു. ബുഖാരി മുസ്ലിം ഒക്കെ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം. വലിയ കാര്യം പറഞ്ഞു. ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി ഈ മതിലിന്റെ അപ്പുറത്ത് അവൻ ഒളിഞ്ഞ് ഞങ്ങളെ മേൽ ചാടാൻ വേണ്ടി നിൽക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി. അത്രത്തോളം ഹബീബായ റസൂലുള്ള പറഞ്ഞു. ദജ്ജാലിനെ കുറിച്ച് കഥ പറഞ്ഞു. ഞങ്ങളതൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഒരാൾ ഹബീബിനോട് ചോദിച്ചു, ഈ ദജ്ജാൽ വന്നാൽ എന്താ ചെയ്യാൻ നബിയേ? ഇത്ര വലിയ നിഷ്ഠൂരൻ, ലോകം കണ്ട ഏറ്റവും വലിയ നിഷ്ഠൂരൻ ദജ്ജാലാണ്. ദജ്ജാലിനെ പോലത്തെ നിഷ്ഠൂരൻ ലോകത്ത് ഇല്ല, ലോകത്തില്ല. ലോകം കണ്ട നിഷ്ഠൂരൻ ഫിർഔനല്ല, ദജ്ജാൽ. എന്തുകൊണ്ട്? മാമിൻ നബീൻ ഇല്ലാഹു അൻദറ ഖൗമഹു അനിൽ അഅ്വരിൽ കദ്ദാബ് സ്വഹീഹുൽ ബുഖാരി. ഈ ഒറ്റക്കണ്ണനെ കുറിച്ച് പറയാത്ത ഒരു നബി ഉണ്ടായിട്ടില്ല ലോകത്ത്. അപ്പൊ എത്ര വലിയ ആള്? മൂസാ നബി മാത്രം ഫിർഔനെ പറ്റി പറഞ്ഞത്. ഇത് ലക്ഷക്കണക്കിന് ലോകത്തെ കടന്നു വന്നിട്ടുള്ള ലക്ഷക്കണക്കിന് അമ്പിയാക്കളിൽ മാമിൻ നബീൻ ഇല്ലാഹു അൻദറ ഖൗമഹു അനിൽ അഅ്വരിൽ കദ്ദാബ്. ഈ ഒറ്റക്കണ്ണനായ ഈ കോങ്കണ്ണനെ കുറിച്ച് പറയാത്ത ഒരു നബി ലോകത്തുണ്ടായിട്ടില്ല. എല്ലാ നബിമാരും പറഞ്ഞിരുന്നു ദജ്ജാൽ. ഓർക്കാണ്ട് പറയും ദജ്ജാൽ ഇവൻ വന്നാ എന്റെ ഇന്ന്. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ദജ്ജാൽ വന്നാലോ പേടിക്കണ്ട, ആയുധങ്ങളെ കയ്യിലുണ്ടല്ലോ. ഏതായിരം അങ്ങോട്ട് ഓടി തുടങ്ങിക്കോളൂ. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽക്ക പണ്ട് ഓടിക്കോളൂ. കേട്ടാൽ ദജ്ജാൽ ഓടി രക്ഷപ്പെടുന്നതാണ്. ഹബീബായ നബി പറഞ്ഞു അത് അൽക്കഫ്. നിങ്ങൾ പറയും ജോലിക്ക് പോവുകയാണോ വേണ്ടത്, അൽക്കഫ് പോവുകയാണോ വേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി മാത്രമല്ല, ഹബീബ് സാദുൽ മആദിൽ ഹാഫിദ് ഇബ്നു ഖയ്യിം പറയുന്നുണ്ട്, ശ്രദ്ധിക്കണം, അൽക്കഫിന്റെ പ്രാധാന്യം ഒന്നും അറിയാത്ത ചില സംഘടനകൾ കേരളത്തിലുണ്ട്. അതൊക്കെ വല്ലാത്ത സങ്കടങ്ങൾ തന്നെയാണ്. ഹബീബായ നബി പറഞ്ഞു, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സാദുൽ മആദിൽ ഹാഫിദ് ഇബ്നു ഖയ്യിം ഇബ്നു തൈമിയയുടെ ശിഷ്യനായ ഹാഫിദ് ഇബ്നു ഖയ്യിം സാദുൽ മആദിൽ പറയുന്നുണ്ട്, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് യൗമൽ ജുമുഅ ഫഹുവ മഅസൂമുൻ ഇലാ 8 അയ്യാം. ഒരാൾ അൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതിയാൽ 8 ദിവസത്തിന് ആപത്ത് വരികയില്ല. വൈൻ ഖറജ ദജ്ജാലു ഉസിമ മിൻഹു. ദജ്ജാൽ വന്നാൽ പോലും ആപത്തുണ്ടാവില്ല. ദജ്ജാലിന് തൊടാൻ പോലും പറ്റില്ല ഈ മനുഷ്യനെ. എന്ത് ചെയ്ത ആളെ വെള്ളിയാഴ്ച അൽ കഹ്ഫ് ഓതിയാൽ മൻ ഹഫിള 10 ആയാതിൻ മിൻ ഫവാതിഹിൽ കഹ്ഫ് ഉസിമ മിനദ് ദജ്ജാൽ. അൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്ത് ആരെങ്കിലും കാണാതെ പഠിച്ചാൽ അവനെ ദജ്ജാലിന്റെ ഉപദ്രവം ഒരു കാലത്തുണ്ടാവില്ല. സ്വഹീഹ് മുസ്ലിം. അൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്ത് എത്ര ഉണ്ട്? അൽ കഹ്ഫിൽ ആകെ ആയത്ത് 110 ആയത്ത് അൽ കഹ്ഫിലുള്ളത്. അതിൽ ആദ്യത്തെ 10 ആയത്ത് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൻ ഹഫിള 10 ആയാതിൻ മിൻ ഫവാതിഹിൽ കഹ്ഫ്. അൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്ത് ഒരാൾ കാണാതെ പഠിച്ചാൽ ഉസിമ മിനദ് ദജ്ജാൽ. ദജ്ജാലിന്റെ ഫിത്ന പോലും വരില്ല. ഈ ഹദീസ് അബൂദാവൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞ ഹദീസ് മുസ്ലിമിലുണ്ട്, രണ്ടാമത്തെ അബൂദാവൂദിലുണ്ട്. ഒന്നുകൂടി ഞാൻ പറയാം.